മെയ് 15 കർഷകനായ വിശുദ്ധ ഇസിദോർ. കർഷകരുടെയും മാഡ്രിഡിൻ്റെയും ഐക്യസംസ്ഥാന ഗ്രാമീണ ജീവിത കോൺഫറൻസിൻ്റെയും മധ്യസ്ഥനായ ഇസിദോർ മാഡ്രിഡിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. മാതാപിതാക്കന്മാർക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകാനുള്ള ധനശേഷി ഉണ്ടായിരുന്നില്ല. എന്നാൽ പാപത്തോട് ഭയവും സുഹൃതങ്ങളും അവർ അവനെ അഭ്യസിപ്പിച്ചു. ദൈവസ്നേഹവും എളിമയുമാണ് വിശുദ്ധർ പഠിച്ചിരുന്ന അക്ഷരമാല. തൊഴിൽ പാപത്തിന് പരിഹാരമായി അനുതാപപൂർവം സ്വീകരിച്ചു. ഇസിദോറിന് മാഡ്രിഡിൽ തന്നെ ജോൺ ദേവ് വാർഗാസ് എന്നയാളുടെ കൃഷിപ്പണിയായിരുന്നു. ജോലി ഉഴവും കിളയുമൊക്കെ. വിശുദ്ധന്മാർ പ്രായശ്ചിത്തം കൊണ്ട് ശരീരത്തെ മെരുക്കുന്നു. ഇസിദോർ ദൈവസാന്നിധ്യത്തിലുള്ള അധ്വാനം കൊണ്ട് ശാരീരിക ദുർവാസനകളെ നിയന്ത്രിച്ച് വിശുദ്ധനായി. ജോലി കഴിയുമ്പോൾ പ്രാർത്ഥനയിലാണ് സമയം ചെലവഴിച്ചിരുന്നത്. യഥാവസരം മരിയ ദലോഗബാസ എന്ന ഒരു ഭക്തസ്ത്രീയെ ഇസിദോർ വിവാഹം കഴിച്ചു. അവർക്കൊരു കുട്ടി ജനിച്ചു. ആ കുട്ടി ശൈശവത്തിൽ തന്നെ അന്തരിച്ചു. അനന്തരം പരസ്പര സമ്മതത്തോടുകൂടി ആ ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും വിരക്തമായി ജീവിക്കാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവിനെ പോലെ എത്രയും ഭക്തമായ ഒരു ജീവിതമാണ് നയിച്ചത്. അവളും പുണ്യവതിയായി എണ്ണപ്പെട്ടിരുന്നു. ദരിദ്രനായ ഇസിദോർ ദാരിദ്ര്യ സേവനത്തിൽ മുൻപന്തിയിലായിരുന്നു. അത്ഭുതം പ്രവർത്തിച്ചും അവർക്ക് ആഹാരം നൽകിയിരുന്നു. മരണകരമായ രോഗം സമീപിച്ചപ്പോൾ ഇസിദോർ മരണസമയം മുൻകൂട്ടി അറിയുകയും തീഷ്ണതയോടെ പ്രസന്നതയോടും കൂടി അതിനൊരുങ്ങുകയും ചെയ്തു. അന്ത്യോദാശകൾ സ്വീകരിക്കുന്നത് കണ്ടുനിന്നിരുന്നവർ ദൈവസ്നേഹാശ്രുപ്പൊഴിച്ചു. ദൈവസ്നേഹ പ്രകടനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് 1170 മെയ് 15 ഇസിദോർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വിചിന്തനം: പുണ്യപട്ടം കുലീനർക്കോ മഹാപണ്ഡിതന്മാർക്കോ ആണെന്നുള്ളത് തെറ്റാണ്. പുണ്യപുഷ്പം തൊഴിൽപുരയിലും വികസിക്കുന്നുണ്ട്. വിശുദ്ധ ഔസേപ്പിൻ്റെ പിൻഗാമികളായി അനേകം തൊഴിലാളി വിശുദ്ധരെ സ്വർഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.